കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശലോം. നമുക്ക് ചേർന്നൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വചനഭാഗം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആ സഭയിൽ ആരാധനയും വചന ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം ആളുകൾ പോകുന്ന സമയത്ത് വാതിൽക്കൽ നിന്നുകൊണ്ട് ദൈവദാസൻ എല്ലാവർക്കും കൈകൾ കൊടുത്ത് സ്തോത്രം പറയാനിടയായി. അവസാനം ഒരു വ്യക്തി പോകുമ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്ത് ദൈവദാസൻ സംസാരിച്ചു. എല്ലാ ആഴ്ചയിലും നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നുണ്ടല്ലോ, വളരെ സന്തോഷം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ ആത്മീയൻ ഇങ്ങനെ പറഞ്ഞു, ദൈവദാസൻ, ഞാനൊരു വക്കീലാണ്, ഞാനൊരു ലോയറാണ്, കോടതിയിൽ കേസ് ബാധിക്കുന്ന വ്യക്തിയാണ്. ദൈവദാസൻ ചോദിച്ചു, ഇതിനിടയിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാ വക്കീൽ പറയുകയാണ്, ദൈവദാസ, സുവിശേഷം അറിയിക്കേണ്ടത് ഞങ്ങളല്ല, സുവിശേഷം അറിയിക്കേണ്ടത് അങ്ങാണ്. ഞാൻ വക്കീലാകൊണ്ട് കോടതിയിൽ പോയി വാദിക്കണം, അങ്ങ് ദൈവദാസനാകൊണ്ട് സുവിശേഷം അറിയിക്കണം എന്ന് ആ വക്കീൽ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി കറക്റ്റാണോ അല്ലയോ? കറക്റ്റാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വക്കീൽ പറഞ്ഞതായ മറുപടി ശരിയാണോ അല്ലയോ? അങ്ങ് ദൈവദാസനാകൊണ്ട് സുവിശേഷം അറിയിക്കണം, ഞാനൊരു വക്കീലായിരിക്കുന്നത് കൊണ്ട് കോടതിയിൽ പോയി വാദിക്കണം, ഇത് കറക്റ്റ് എന്ന് പറയുന്നവർ ഒന്ന് കരമുയർത്താമോ? യെസ് 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 യെസ്. കറക്റ്റ് അല്ല എന്ന് പറയുന്നവർ കരമുയർത്താമോ? ഓക്കെ, കറക്റ്റാണോ അയാൾ പറഞ്ഞത്? അത് കേട്ടപ്പോൾ ദേവദാസൻ പറഞ്ഞു, ദേവദാസന്മാർ മാത്രമേ സുവിശേഷം പറയാവൂ എന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? അതായത് അങ്ങ് ദൈവദാസനാകൊണ്ട് ദൈവവേല ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങാണ് സുവിശേഷം അറിയിക്കേണ്ടത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാകൊണ്ട് വിശ്വാസികളാകൊണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് ആരാധിച്ചിട്ട് കടന്നുപോയാൽ മതി. ഞങ്ങളുടെ കുടുംബം പോറ്റുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വ്യാപാരമോ അല്ലെങ്കിൽ ജോലിയോ ഏതെങ്കിലും ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. സുവിശേഷം അറിയിക്കാനായിട്ട് ഞങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ഒരു നിമിഷം ആ ബൈബിൾ ഒന്ന് തുറക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനും അതാണ് നിങ്ങളോട് പറയുന്നത്. ഒരു നിമിഷം നിങ്ങളുടെ ബൈബിൾ തുറക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. ഈ വചനത്തെയാണ് ദേവദാസൻ കാണിച്ചത്. ആ വചനത്തിൽ എന്താണ് കാണുന്നത്? യെരുശലേമിലുള്ളതായ സഭയിൽ ഒരു ക്രൂരനായ മനുഷ്യൻ കടന്നു വന്നിട്ട് സഭയിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു, അവരെ തടവറയിൽ അടയ്ക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉപദ്രവിക്കുന്നു, മുടിക്ക് പിടിച്ചു വലിച്ചിഴയ്ക്കുന്നു. അതുകൊണ്ട് അനേകം ആളുകൾ ചിതറിപ്പോയതായ ആളുകൾ സുവിശേഷം അറിയിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ ചിതറിപ്പോയ ആളുകൾ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു. ആ വചനം ആ വക്കീൽ വായിക്കുവാനിടയായി. അയാൾ സ്വയമായിട്ട് വാദിക്കുന്ന മനുഷ്യനാണല്ലോ. പാസ്റ്റർ പറഞ്ഞു, കണ്ടില്ലേ ബ്രദർ, അവർ ചിതറിപ്പോയെന്ന് കാണുന്നു. ചിതറിപ്പോയതായ ആളുകൾ എന്താണ് ചെയ്തത്? സുവിശേഷം അറിയിച്ചു. പാസ്റ്ററേ, ചിതറിപ്പോയ ആളുകൾ വിശ്വാസികളല്ല പാസ്റ്ററേ, ചിതറിപ്പോയ ആളുകൾ ദൈവദാസന്മാരാണ്. അവർ ദൈവദാസന്മാരാകൊണ്ട് സുവിശേഷം അറിയിച്ചു. അവർ ദൈവദാസന്മാരായകൊണ്ട് സുവിശേഷം അറിയിച്ചു. ചിതറിപ്പോയ ആളുകൾ ദൈവദാസന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണല്ലോ പാസ്റ്ററേ. എങ്കിൽ 1-ാമത്തെ വാക്യം വായിക്കാൻ പറഞ്ഞു. ഞാനും അതാണ് പറയുന്നത്. 1-ാമത്തെ വാക്യം വായിക്കൂ. അന്നു യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവർ ചിതറിപ്പോയി. ദൈവദാസന്മാർ ഒഴികെ സഭയിലുണ്ടായിരുന്ന വിശ്വാസികളെല്ലാവരുമൊന്ന് ചിതറിപ്പോയി. വിശ്വാസികളെല്ലാം അവിടെ നിന്നും ചിതറിപ്പോകാനിടയായി. എന്നാൽ ചിതറിപ്പോയതായ ആളുകൾ ഏതെല്ലാം ദേശങ്ങളിലേക്കാണോ ചിതറിപ്പോയിരുന്നത്, അവിടെ പോയവർ മൗനമായിരുന്നില്ല. അവരെന്താണ് ചെയ്തത്? സുവിശേഷം അറിയിച്ചു. സഭയെ ചോദിക്കട്ടെ, നമ്മൾ ചിതറിക്കപ്പെട്ടവരാണോ അതോ സ്ഥിരമായി നിൽക്കുന്നവരാണോ? പറയുക. നമ്മൾ സ്ഥിരമായി നിൽക്കുന്നു. നമുക്ക് ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്കൊരു കൃഷിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് അവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു.
ഞായറാഴ്ചയാകുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ഇരുന്ന് വചനം കേൾക്കുന്നു. നമുക്ക് സ്ഥിരതയുള്ളതായ ഒരു ആലയമൊക്കെ ഉണ്ട്. എന്നാൽ അന്ന് യെരൂശലേമിലെ സഭ ചിതറിക്കപ്പെട്ടു പോയി. ചിതറിപ്പോയ ആളുകളെല്ലാം എന്താണ് ചെയ്തത്? ജീവിക്കാനുള്ള വഴിക്ക് വേണ്ടി പോയില്ല. ചിതറിപ്പോയവരായ എല്ലാവരും കൂടി എവിടെയാണ് ജോലി ലഭിക്കുന്നത്, എവിടെ എങ്ങനെ വ്യാപാരം ചെയ്യുവാൻ കഴിയും, എവിടെ ഹോട്ടലുകൾ ഇടാൻ കഴിയും, എങ്ങനെ പലചരക്ക് കട ഇടാൻ കഴിയും, ഒരു മെസ് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും, ഹോസ്റ്റൽ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, ഇല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വ്യാപാരം എങ്ങനെ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ജീവനോപാധിക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങളല്ല അന്ന് അവർ ചെയ്തിരുന്നത്. അവർ ചിതറിക്കപ്പെട്ട് പോയിട്ടും അവരെവിടേക്കാണോ ചിതറിക്കപ്പെട്ടത് അവിടെ അവർ ചെയ്ത പ്രധാന കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് പങ്കുവയ്ക്കുകയായിരുന്നു. ചിതറിപ്പോയ ആളുകൾ സഞ്ചരിച്ചു. അവർ എങ്ങനെ സഞ്ചരിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ചിതറിപ്പോയ ആളുകൾ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഈ ചിതറിപ്പോയ ആളുകൾ ആരാണ്? യെരൂശലേമിലുണ്ടായിരുന്നതായ സഭയിലെ വിശ്വാസികളാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കേണ്ടത്, യേശുവിനെക്കുറിച്ചുള്ള സത്യത്തെ ലോകത്തിനോട് വിളിച്ച് പറയേണ്ടത് ഓരോ വിശ്വാസിയുമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് യേശുക്രിസ്തു എന്താണ് അരുളിച്ചെയ്തത്? സർവ്വലോകത്തിലും ചെന്ന് സകലരെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, അവരോട് വചനം അറിയിക്കുക. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28 19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നെഴുതിയിരിക്കുന്നു. ക്രിസ്ത്യാനികളാക്കി മാറ്റാൻ വേണ്ടി പറയുന്നില്ല. ക്രിസ്തീയ മതം സ്ഥാപിക്കുവാനായിട്ട് പറയുന്നില്ല. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവനുള്ള ദൈവത്തെ അനുസരിക്കുന്ന ആളുകളാണ്. ജീവനുള്ള കർത്താവ് പറഞ്ഞതായ ജീവിതത്തിൻ്റെ സന്ദേശത്തെ തങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുന്നവനാണ്. അവരെ ഒരുക്കിയെടുക്കാനാണ് ദൈവം പറയുന്നത്. സഭയെ യേശു കർത്താവ് നമ്മോടെല്ലാവരോടും അരുളി ചെയ്തത് എന്താണെന്നറിയാമോ? മർക്കോസിൻ്റെ സുവിശേഷം 16 15 പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സഭയെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യത്തെ, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതായ ത്യാഗത്തെ ലോകത്തോട് വിളിച്ചു പറയേണ്ടതായ ഉത്തരവാദിത്തം ദൈവം നിനക്കാണ് തന്നത്. മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവത്തിൻ്റെ പൈതലാണോ? ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. അവനെൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു, എനിക്കൊരു പുതിയ ജീവിതത്തെ തന്നുകൊണ്ട് അവൻ്റെ മകനായി എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? യെസ് 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 യെസ്. താങ്ക് യു പ്രിയ സഹോദരി സഹോദരന്മാരെ. നിങ്ങളെല്ലാവരും സാക്ഷ്യം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. നിങ്ങൾ യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പ്രിയമുള്ളവരെ കേൾക്കുക. ആ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾ പറയണം. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കുക, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുവാനിടയാകും. ശക്തി പ്രാപിച്ചവരായ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എനിക്ക് സാക്ഷികൾ ആയിത്തീരും. അതായത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിന് നമ്മൾ സാക്ഷികളാണ്. ക്രിസ്തു പാപികളെ നേരെയാക്കിയെടുക്കുമെന്ന് പറയുന്നതിന് നമ്മളാണ് സാക്ഷികൾ. ക്രിസ്തു ആരോഗ്യത്തെ നൽകുമെന്ന് പറയാനായിട്ട് നമ്മൾ സാക്ഷികളാണ്. ക്രിസ്തു അത്ഭുതകാര്യങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയുന്നതിന് നമ്മൾ സാക്ഷികളാണ്. ക്രിസ്തു ഏതു പാപിയായ മനുഷ്യനെയും പരിശുദ്ധനാക്കി മാറ്റിയെടുക്കുമെന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ സാക്ഷികളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായ നീ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നുണ്ടോ? മറ്റുള്ളവർ നിന്നെ കാണുന്നതായ സമയത്ത് നിന്നെപ്പോലെയുള്ള ആത്മീയത കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനെപ്പോലെ ഹാപ്പിയായിരുന്നാൽ എത്ര നല്ലതാണ്, അവനെപ്പോലെ ശാന്തതയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതാണ് എന്ന് മറ്റുള്ളവർ നിന്നെ നോക്കി പറയാൻ കഴിഞ്ഞാൽ എത്രത്തോളം നല്ലതാണെന്ന് ഓർക്കുക. ഒന്നാമതായി കർത്താവ് എന്താണ് അരുളി ചെയ്തത്? നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കുക, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അവൻ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി പ്രാപിച്ചവരായ നിങ്ങൾ ഒന്നാമതായി യെരൂശലേമിലും അതിനുശേഷം യഹൂദയിലും പിന്നീട് ശമര്യയിലും അതിൻ്റെ ശേഷം എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും എനിക്ക് സാക്ഷികളായി തീരും. യെരൂശലേം ഒന്നാമത് നിന്റെ ഭവനമാണ്.
നിന്റെ വീട്ടിൽ നിനക്ക് സാക്ഷ്യമുണ്ടാകണം. സഹോദരന്മാരെ, കേൾക്കുന്നുണ്ടോ? നീ ആലയത്തിൽ വരുന്നവനാണല്ലോ. നിന്റെ ഭാര്യ പറയാൻ കഴിയണം, നിങ്ങൾ ആരാധനയ്ക്ക് പോയ അന്നു മുതൽ നിങ്ങളിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട്. അതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും വലിയ കോപത്തോടെ നിങ്ങൾ സംസാരിക്കുമായിരുന്നു. പല സമയത്തും കള്ളം പറയുമായിരുന്നു. അതുപോലെ പലപ്പോഴും എന്നെ നിന്ദിക്കുമായിരുന്നു. എന്നാൽ കർത്താവിനെ ആരാധിക്കാനായി പോകുന്ന സമയം മുതൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്നതായ സമയം മുതൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കുട്ടികളും ഞാനുമെല്ലാം വളരെ സമാധാനത്തോടെയാണ് ആയിരിക്കുന്നത്. ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമാക്കി മാറ്റിയിരിക്കുന്നു. വലിയ വിടുതലാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ ഉണ്ടാകുന്നതായ മാറ്റത്തെ കണ്ട് പറഞ്ഞാൽ അതെത്ര അനുഗ്രഹീതമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിലുണ്ടാകുന്ന മാറ്റത്തെ നിങ്ങളുടെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കുക. പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ കാര്യമെന്താണ്? ഏത് സമയത്തും ആലയം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നു പോകുന്നതായ നിങ്ങളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ആ ദൈവികമായ സ്വാധീനത്തെ, ആ ദൈവികമായ സമാധാനത്തെ നിങ്ങളുടെ ഭർത്താവിന് കാണുവാൻ കഴിയുന്നുണ്ടോ? സൗമ്യമായുള്ള സംസാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനത് കാണുവാൻ കഴിയുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു, ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ആരാധിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സംസാരത്തിന് മാറ്റമില്ല, പെരുമാറ്റത്തിന് മാറ്റമില്ല, ഇടപെടലുകൾക്ക് മാറ്റമില്ല, നിന്നിൽ വിശുദ്ധിയും കാണുന്നില്ല. നീ ദൈവസന്നിധിയിൽ വന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ നിന്റെ ഭാര്യ എങ്ങനെ ആലയത്തിൽ വരും? നിന്റെ ഭർത്താവ് എങ്ങനെ ആലയത്തിൽ വരും? നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ മക്കൾ എങ്ങനെ ആലയത്തിൽ വരും? ഒരു സമയത്ത് പറഞ്ഞതാണ്, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ആ ഭാര്യയുടെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണം. അവൾ പ്രാർത്ഥിക്കുന്നു, എന്നാൽ തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ എല്ലാ ഞായറാഴ്ചയും ദേവദാസിനോട് പറയുമായിരുന്നു, ദേവദാസാ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെടണം, എൻ്റെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകണം. അതുകൊണ്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ശരിയേ മകളെ എന്ന് പറയുമായിരുന്നു. വീണ്ടും അടുത്ത ആഴ്ചയും പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, പ്രാർത്ഥിക്കണമേ പാസ്റ്ററെ, അങ്ങനെയാകട്ടെ. കുറേ കാലം കഴിഞ്ഞ ശേഷം പാസ്റ്റർ ആ സഹോദരിയോട് പറയാനിടയായി, സഹോദരി, എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. എന്നാൽ നീ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവളാണോ എന്ന് ചോദിക്കുവാനിടയായി. നീ രക്ഷിക്കപ്പെട്ടവളാണോ? അതെന്താണ് പാസ്റ്ററെ അങ്ങനെ പറയുന്നത്? എല്ലാ ആഴ്ചകളിലും ഒരാഴ്ച പോലും മുടങ്ങാതെ ഞാൻ ആലയത്തിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. സഹോദരി, നീ ആലയത്തിൽ വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെന്താണ് പാസ്റ്ററെ? ബൈബിൾ തുറന്ന് വായിക്കാനായിട്ട് ഏതെങ്കിലും വചനഭാഗം അങ്ങ് പറയുമ്പോൾ സഭയിൽ ഏറ്റവും ആദ്യം ആ വചനം വായിക്കുന്നത് ഞാൻ തന്നെയല്ലേ? സഹോദരി, നീ വചനം വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, നിന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് പാസ്റ്ററെ? ദശാംശം നൽകുന്ന കാര്യത്തിൽ ഞാനല്ലേ എല്ലാവരെക്കാളും മുൻപിൽ നിൽക്കുന്നത്? ഞാനാണല്ലോ ആലയത്തിൽ ഏറ്റവും ആദ്യം വരുന്നത്, ചൂലെടുത്ത് മുഴുവൻ അടിച്ചു വരുന്നത്. സഹോദരി, ഞാൻ ചോദിക്കുന്നത് വേറെയാണ്, നീ പറയുന്നതും വേറെയാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നീ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്നിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? ആ മാറ്റം നിന്റെ വീട്ടിലെ ഭർത്താവും മക്കളും കാണുന്നുണ്ടോ? അത് പറയൂ സഹോദരി. അവൾ മൗനമായി നിന്നു. അപ്പോൾ വരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ആലയത്തിൽ വരുന്നുണ്ട്, എല്ലാവരെക്കാളും മുമ്പിൽ വരുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ചൂലെടുത്ത് അടിച്ചു വാരുന്നുണ്ട്. ഇവയെല്ലാം പറഞ്ഞു. അങ്ങനെയല്ല സഹോദരി, നിന്നിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവളാണോ? നിന്റെ ഭർത്താവിനും മക്കൾക്കും നിന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം നിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വായടയ്ക്കാനിടയായി. ദേവദാസൻ മിണ്ടാതെ കടന്നുപോയി. അവൾ അപ്പോൾ തന്നെ മുഴങ്കാലിൽ വീണു. കർത്താവേ, സ്നാനപ്പെടുന്നതാണ് രക്ഷിക്കപ്പെടലെന്ന് ഞാൻ വിചാരിച്ചു. വചനം വായിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ് രക്ഷിക്കപ്പെടലെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ നിന്നെ എൻ്റെ പ്രവൃത്തിയിൽ കൂടി എൻ്റെ വീട്ടിൽ വെളിപ്പെടുത്താൻ കഴിയുന്നതാണ് യഥാർത്ഥ രക്ഷയെന്ന് ഞാൻ അറിഞ്ഞില്ല. പാസ്റ്റർ ചോദിച്ചു, സഹോദരി, നിന്നിൽ യേശുക്രിസ്തുവിനെ നിന്റെ കുടുംബാംഗങ്ങൾ കാണുന്നുണ്ടോ? ആത്മീയത കാണുവാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ മനസ്സിനെ മാറ്റണമേ, നിന്റെ മനസ്സെനിക്ക് നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇവൾ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭർത്താവ് ചെയ്യേണ്ട പണി എന്താണെന്നറിയാമോ? ഇവൾ പാവം ആദ്യം തന്നെ ആരാധനയ്ക്ക് കടന്നുപോകും, ആലയം അടിച്ചുവാരും, ബൈബിൾ വായിക്കും,
പാട്ടുകൾ പാടും. ഇവയെല്ലാം ചെയ്ത് പാവം ക്ഷീണിച്ചു പോകുമല്ലോ. അങ്ങനെ ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണമെന്നറിയാമോ? അവൾക്ക് വേണ്ടി നല്ല ചൂടുള്ള കോഫി ഉണ്ടാക്കി അത് ഫ്ലാസ്കിൽ ഒഴിച്ച് ഫ്ലാസ്കും കപ്പുമൊക്കെ എടുത്തു വെക്കണം. അതാണ് വീട്ടിൽ ഭർത്താവ് ചെയ്യേണ്ടതായ പണി. അന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ പത്രം വായിച്ചതോ കാരണമായിട്ട് കാപ്പി ഇടുവാൻ കഴിഞ്ഞില്ല. ടൈം നോക്കുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഭാര്യ വരാനിടയുണ്ട്. കോഫി ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചില്ല എങ്കിൽ പിന്നെ ഇന്ന് വലിയ ബഹളമായിരിക്കും. അതുകൊണ്ട് പാവം ഇയാൾ ഓടി അടുക്കളയിൽ ചെന്നിട്ട് പാല് തിളപ്പിച്ച് കോഫി ഇടുവാൻ തുടങ്ങി. കോഫി പാത്രത്തിൽ നിന്നും ഫ്ലാസ്കിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറക്കുന്നു. ആരാണ് അകത്തേക്ക് വരുന്നത്? ഭാര്യ വരുന്നു. താൻ ഫ്ലാസ്കിൽ കോഫി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ പേടിച്ച് വിറച്ചിട്ട് കയ്യിൽ നിന്ന് ആ പാത്രം താഴെപ്പോയി. ആ പാത്രവും ഫ്ലാസ്കുമൊക്കെ താഴെ വീഴാനിടയായി. ഭാര്യ വേഗത്തിൽ ഓടി വന്നിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? എന്താണ്, നിങ്ങളെന്തിനാണ് ഈ അടുക്കളയിലേക്ക് വന്നത്? എന്തിനാണ് കോഫി ഇടേണ്ടതായ കാര്യം? കോഫി ഞാനിടുകയില്ലേ? അടുക്കളയിൽ എന്തിനാണ് വന്നത്? ഞാനല്ലേ അടുക്കള പണിയൊക്കെ ചെയ്യേണ്ടത്. നേരെ ആ സോഫയിൽ പോയിരിക്കുക. ഇനിയും ഈ അടുക്കളയിലേക്ക് വരുവാൻ പാടില്ല. നിങ്ങൾക്കെന്താണ് വേണം പറയുക. ഞാൻ കോഫി ഇട്ട് തരാം. ഞാൻ വന്ന് ചായ ഇട്ട് തരാം. വെള്ളം വേണമെങ്കിൽ വെള്ളം തരാം. നോക്കണം, ഇനി മുതൽ നിങ്ങൾ അടുക്കളയിലേക്ക് വരാൻ പാടില്ല. നിങ്ങളെന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. നിങ്ങൾ വീട്ടിലെ യജമാനനായി ഇരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭർത്താവ് നിശ്ചലനായി എങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയ്യോ, എന്താണ് ഇങ്ങനെ നോക്കുന്നത്? നീ തന്നെയാണോ? എന്താണ്? അല്ല, നീ തന്നെയാണോന്ന്. അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഇത് ഞാൻ തന്നെയല്ലേ? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചുവെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. നീയാണോ എന്ന് എന്താണ് ചോദിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? മറ്റൊന്നുമല്ല. ആലയത്തിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും എന്നിലൊരു മാറ്റത്തെ ഞാൻ കണ്ടില്ല. വീട്ടിലേക്ക് വരുമ്പോൾ ഭൂതത്തെപ്പോലെ പെരുമാറും, ബഹളം വയ്ക്കും, വഴക്കുണ്ടാക്കും. നിങ്ങളുടെ സ്വസ്ഥത ഞാൻ കെടുത്തും, നരകജീവിതം അനുഭവിപ്പിക്കും. എങ്കിലും അതെല്ലാം സഹിച്ച് എന്നോടൊപ്പം ഇത്രയും കാലം നിങ്ങൾ താമസിച്ചു. എന്നാൽ ഈ ദിവസം എൻ്റെ ദൈവം എന്നെ ദർശിച്ചു, എൻ്റെ ഹൃദയത്തെ മാറ്റാനിടയായി. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുകയില്ല, നിങ്ങളെ ദുഃഖിപ്പിക്കാനായി നോക്കുകയില്ല. സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ജീവിച്ചു കൊള്ളാം. കർത്താവ് എന്നെ മാറ്റിയെടുത്തു. അപ്പോഴാ ഭർത്താവ് എന്തു പറഞ്ഞു എന്നറിയാമോ? നിന്നെപ്പോലെ ഒരു സ്ത്രീയെ കർത്താവ് മാറ്റിയെടുത്തുവെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനെ ദൈവത്തിന് മാറ്റിയെടുക്കുവാൻ എന്താണ് ബുദ്ധിമുട്ട്? വരുന്ന ആഴ്ച മുതൽ ഞാനും നിന്റെ കൂടെ ആരാധനയ്ക്ക് വരികയാണ്. ആ കർത്താവ് നൽകുന്നതായ മാറ്റത്തെ ഞാനും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഭർത്താവ് രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണ്? ഭാര്യയിൽ രക്ഷകനെ കണ്ടപ്പോഴാണ്. പ്രിയ സഹോദരി, ഇന്ന് നിന്റെ ഭർത്താവ് ആലയത്തിൽ വരുന്നില്ല എങ്കിൽ, ഭർത്താവ് നിങ്ങളുടെ ഭാര്യ ആരാധനയ്ക്ക് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരാധനയ്ക്ക് വരുന്നില്ല എങ്കിൽ അത് നിങ്ങളിലെ കുറവ് കൊണ്ടാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ ആത്മീയത ഉള്ളവരാണെങ്കിലും വളരെ ഭക്തിയുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ മക്കൾ അതിനെ എതിർത്തേക്കാം, മക്കൾ മറുതലിച്ച് സംസാരിച്ചേക്കാം. എന്നാൽ അത് അല്പകാലത്തേക്ക് മാത്രം. ഒരു ദിവസം ദൈവം നിന്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിന്നെ എതിർത്ത് നിൽക്കുന്നതായ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ദൈവം അവരെ ദർശിക്കുന്ന ദിവസമുണ്ട്, അവരെ വിടുവിക്കുന്ന ദിവസം ഉണ്ട്. ആ ദിനം കടന്നുവരും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നത്, നാം ഏതിടത്ത് ആയിരുന്നാലും ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ പൈതലാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിച്ചാൽ എത്ര അനുഗ്രഹീതമാണ്. ഈ ദിവസം ഒരു തീരുമാനമെടുക്കാമോ? ഏതാണ് ആ തീരുമാനം? ഞാൻ ലോകത്തിന് ഉപ്പും ലോകത്തിന് വെളിച്ചവുമായിരിക്കുന്നതുകൊണ്ട് ഇരുട്ടിൽ ജീവിക്കയില്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുകയുമില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ സഹപ്രവർത്തകരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ജീവിതം ഞാൻ നയിക്കും. ഇങ്ങനെ ചിന്തിച്ചാൽ നല്ലതാണ്. പ്രിയ സഹോദരീ സഹോദര, ആ ദിവസം ചിതറിപ്പോയവർ മൗനമായിരുന്നില്ല. അവരെന്താണ് ചെയ്തത്? അവർ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തെ പോയി അറിയിച്ചു. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് യേശു ക്രിസ്തു ചെയ്തതായ ത്യാഗം അതേപോലെ ലോകത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതുപോലെ ആരെങ്കിലും അങ്ങനെയായിട്ടുണ്ടോ? പാപിയായ മനുഷ്യനെ യേശുവിനെപ്പോലെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നവൻ ഈ ലോകത്തിൽ ആരെങ്കിലുമുണ്ടോ?
പ്രാണനെ പോലെ സ്നേഹിക്കുക മാത്രമല്ല, ആ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ യേശുവിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? മനുഷ്യൻ മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നവനായ ലോകരക്ഷകൻ യേശുക്രിസ്തുവല്ലാതെ വേറെ ആരാണുള്ളത്? ഇന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ഉത്തരം പറയാൻ കഴിയും? പാപിയെ പ്രാണനെപ്പോലെ സ്നേഹിച്ച് അവനു വേണ്ടി ജീവനെ കൊടുത്ത്, പാപിക്കു വേണ്ടി ജീവനം കൊടുത്തതായ യേശുവിനെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കരമുയർത്താമോ? യെസ്, 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 താങ്ക് യു. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ സത്യത്തെ ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ടതല്ലേ? ചിതറിപ്പോയവർ എന്തു ചെയ്തെന്നറിയാമോ? സുവിശേഷത്തെ അവർ ചെന്ന ദേശത്തൊക്കെയും വ്യാപരിപ്പിച്ചു. ഒരു വശത്ത് അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം ഇല്ല, അവർക്ക് പാർക്കാനുള്ള പാർപ്പിടമില്ല. പുതിയ പുതിയ ഇടങ്ങളിലേക്കാണ് ചിതറിപ്പോയത്. അവർക്കവിടെ ഒരു ജോലി പോലും നേടുവാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതോപാധി എന്താണെന്ന് അവർക്കറിയാൻ കഴിയില്ല. എങ്കിലും അവർക്കറിയാവുന്നതായ സത്യത്തെ അവർ മറച്ചുവെച്ചില്ല. പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുവെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്ന് പറയുകയാണ്, എടാ, ഞങ്ങൾ 10 പേർ കളി കാണാൻ പോകാൻ വിചാരിച്ചതാണ്, എന്നാൽ ആർക്കും പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് നിനക്ക് തരികയാണ്. ഓരോ ടിക്കറ്റിനും 5000 രൂപ വീതമാണ്. 10 ടിക്കറ്റ് നിങ്ങൾക്ക് തന്നിരിക്കട്ടെ. നിങ്ങൾ 10 പേരെ കൊണ്ടുപോകുമോ ഇല്ലയോ? എടാ, 10 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു, 5000 രൂപയുടെ ടിക്കറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10 പേരെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകുമോ ഇല്ലയോ? ഉറക്കെ പറയൂ, കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റിൻ്റെ വില എത്രയാണ്? ഫ്രീ. 1 രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ഈ ഭൂമിയിലുള്ളതായ മുഴുവനും സ്വർണവും വെള്ളിയും വജ്രങ്ങളുമൊക്കെ എല്ലാം കൂട്ടിയെടുത്താലും ശരി, ഒരാൾക്ക് പോലും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങാൻ കഴിയില്ല. അത്ര വലിയതായ ആ സ്വർഗത്തിലേക്ക് നമ്മളിൽ ഓരോരുത്തർക്കും സൗജന്യമായി പോകാൻ കഴിയും. ഇത് അറിയാവുന്ന നമ്മൾ ആ വാർത്ത അറിയിക്കാതെ പോയാൽ എത്ര ദാരുണമാണ്. ആ ജ്യേഷ്ഠനും അനുജനും ചേർന്ന് ഒരു സുവിശേഷ യോഗത്തിന് പോയി. അവർ അവിടെ ചെന്ന് രക്ഷിക്കപ്പെട്ടു. യേശുവിനായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു. അനുജൻ സുവിശേഷ വേലയ്ക്കായി തന്നെ സമർപ്പിച്ച് വേല ചെയ്തുകൊണ്ട് പോകാനിടയായി. ജ്യേഷ്ഠൻ ഒരു വക്കീലായിട്ട്, ലോയറായിട്ട് കോടതിയിൽ കേസുകളൊക്കെ വാദിച്ചു പോന്നു. നല്ല പേര് നേടുവാനിടയായി. ഒരുപാട് പ്രശസ്തി നേടി. ഒരുപാട് സ്വത്തും സമ്പാദ്യവുമൊക്കെ വാങ്ങി കൂട്ടുകയും ചെയ്തു. മറുവശത്ത് ദേവദാസൻ സമ്പത്തിനേക്കാൾ ആത്മാക്കളെ നേടുന്നതാണ് വലിയ ഭാഗ്യമെന്ന് മനസ്സിലാക്കി ആത്മാക്കളെ നേടുന്ന പ്രവൃത്തിയിൽ മുൻപോട്ട് പോയി. ഒരു ദിവസം ഒരു ടെലഗ്രാം വന്നു. അതിൻ്റെ സന്ദേശം, നിങ്ങളുടെ ജ്യേഷ്ഠൻ സീരിയസ് ആയിരിക്കുന്നു, വേഗത്തിൽ വരണം. അതറിഞ്ഞപ്പോൾ തന്നെ ആ അനുജൻ ആ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജ്യേഷ്ഠന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അനുജനെ കണ്ടപ്പോൾ തന്നെ ജ്യേഷ്ഠന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്നു. ജ്യേഷ്ഠന്റെ അരികിലിരുന്നു ചോദിച്ചു, എന്താണ് ജ്യേഷ്ഠ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവനൊന്നും തന്നെ പറയുന്നില്ല. നമ്മൾ 2 പേരും ചേർന്നാണല്ലോ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അന്നു നീ രക്ഷിക്കപ്പെട്ടുവല്ലോ. ഒരുപക്ഷെ ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുകയില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ജ്യേഷ്ഠൻ എന്തു പറഞ്ഞെന്നറിയാമോ? എനിക്കൊരു സംശയവുമില്ലടാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കരയുന്നത്? മറ്റൊന്നുമില്ല അനുജ, നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ബൈബിളും എടുത്തുകൊണ്ട് ദൈവവേലയ്ക്കായി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഞാനതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ഇവൻ ദൈവവേല ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇവനെങ്ങനെ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയും? എങ്ങനെ ഇവൻ സന്തോഷത്തോടെ ജീവിക്കും? എങ്ങനെ സുഖമായി ജീവിക്കും? പണമൊന്നും ഇവൻ്റെ കയ്യിലില്ലല്ലോ. എങ്ങനെ ഇവൻ ജീവിക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് മനസ്സിൽ വേദനിച്ചിരുന്നു. ഇന്നെൻ്റെ ജീവിതത്തിൽ സുഖത്തിനോ സമ്പാദ്യത്തിനോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ ഒന്നും തന്നെ ഒരു കുറവുമില്ല. എന്നാൽ ഞാൻ സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ സമ്പാദ്യങ്ങൾ ആകട്ടെ, ഞാൻ സ്വരുക്കൂട്ടിയ എൻ്റെ ബാങ്ക് ബാലൻസുകളാകട്ടെ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത സ്വർണമായിക്കൊള്ളട്ടെ, ഇവയൊന്നും എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് വരുന്നില്ലടാ. എനിക്കും നിനക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നീ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം സ്വർണം കൊണ്ടുവന്നതെന്ന് ചോദിക്കില്ല, വജ്രങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കില്ല, സ്ഥലമോ സമ്പാദ്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയില്ല. നീ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് എത്ര ആത്മാക്കളെ നേടിയെടുത്തു എന്നാണ് ചോദിക്കുന്നത്. നീയാണെങ്കിലോ 100 കണക്കിന് 1000 കണക്കിന് ആത്മാക്കളെ കൊണ്ടുവന്നിട്ട്
കർത്താവിനോട് പറയും, കർത്താവേ, നിനക്ക് സമ്മാനമായിട്ട് ഇവരെല്ലാവരെയും കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ കർത്താവ് നിന്നെ നോക്കിയിട്ട്, വളരെ വിശ്വസ്തനായ ദാസനെ, വരിക, വന്ന് പിതാവ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തെ സ്വീകരിക്കൂ എന്ന് പറയും. ഞാനും സ്വർഗത്തിലേക്ക് പോകും. എന്നെ അവൻ കാണുമ്പോൾ ഭൂമിയിൽ നിന്ന് എത്ര ആത്മാക്കളെ കൊണ്ടുവന്നു എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് എൻ്റെ ചുറ്റും ആരുമില്ലടാ. രാജാക്കന്മാരുടെ രാജാവായ കർത്താവായിരിക്കുന്ന ആ ദേവാദിദേവനെ കാണുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ്. എന്തുകൊണ്ടാണ്? വെറും കൈയോടുകൂടി എങ്ങനെയാണ് ആ രാജാവിനെ എതിരേൽക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഭയമുണ്ടാകുന്നത്. പ്രിയ സഹോദര, സഹോദരി, മകനെ, മകളെ, ഒരു വലിയ രാജാവിനെ കാണാൻ പോകുകയാണെങ്കിൽ നമ്മൾ സമ്മാനം കൊണ്ടുപോകും. ഒരു വലിയ അധികാരിയെ കാണാൻ പോയാൽ നിന്റെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും സമ്മാനം കൊണ്ടുപോകും. നിന്റെ മരണശേഷം നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സമ്മാനം ഏതാണെന്നറിയാമോ? നീ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുത്തതായ ആത്മാക്കളെയാണ് നിനക്ക് ദൈവത്തിൻ്റെ മുൻപിൽ കൊടുക്കുവാൻ കഴിയുന്ന സമ്മാനം. അതുകൊണ്ട് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര ആളുകൾക്ക് ദൈവത്തിന് മുൻപിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും? നീ ആലയത്തിൽ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. വന്നതുകൊണ്ട് മതിയാകുമോ? നശിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു, നീ മാത്രം രക്ഷിക്കപ്പെട്ടുകൊണ്ട് മതിയാകുമോ? നശിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് മതിയാകുമോ? നിന്റെ കൂടപ്പിറപ്പിൻ്റെ കാര്യമെന്താണ്? മാതാപിതാക്കളുടെ കാര്യമെന്താണ്? സഹോദരൻ്റെ കാര്യമെന്താണ്? ഒരു നിമിഷം ചിന്തിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വിധിക്കപ്പെട്ടതായ ഈ സന്ദേശം സകല വ്യക്തികളിലും ഫലിപ്പിക്കുമാറാകണമേ. ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുവാൻ കഴിയുന്ന വലിയ ഉത്തരവാദിത്തം നീ ഞങ്ങൾക്ക് തന്നുവല്ലോ. സകല വ്യക്തികൾക്കും വേണ്ടി നീ നിന്റെ പ്രാണനെ കൊടുക്കാനിടയായല്ലോ. ആ വാസ്തവം ഞങ്ങൾക്കറിയാം, എന്നാൽ അവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവെ, സകല വ്യക്തികളെയും ആത്മരക്ഷയിലേക്ക് നടത്തുവാൻ കഴിയുന്നതായ ആത്മഭാരമുള്ള ആത്മീയ വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഇന്ന് കുടുംബങ്ങളിലെ പല വ്യക്തികൾക്കും ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നു. ഇവിടെ വെച്ച് ആരാധനയ്ക്ക് വരാൻ കഴിയില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലെ സ്ഥിതി എന്തായിത്തീരും? കർത്താവ്, ഏതെങ്കിലും രീതിയിൽ തങ്ങളിലെ മാറ്റത്തെ കണ്ടുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഭർത്താവിനെയും നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി കൊണ്ടുവരാനുള്ള കൃപ, നശിച്ചു പോകുന്ന കൂടപ്പിറപ്പുകളെ, സ്നേഹിതരെ, ബന്ധുക്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതായ ഉത്തരവാദിത്തം എല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.